അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പാറാണ്. അങ്ങോട്ടോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി കുറുകിയ സാമ്പാർ കൂടാണ്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇഡലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തക്കാളി ഇഡലി. നമ്മൾ തക്കാളി കൊണ്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അതാണ്ട് അരി ആറ്റി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതിന്റെ വീഡിയോ കണ്ടാലോ? അതിനുമ്പ് എന്നും പറഞ്ഞ പോലെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ നമ്മൾ വേണ്ട, ഇത് ഇന്നലെ രാത്രി നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചതാണ്. ഏകദേശം 2-3 മണിക്കൂർ കുതിർത്താൽ മതി. ഞാൻ പക്ഷെ ഇന്നലെ രാത്രി അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുത്തിട്ട് നമുക്കിതിപ്പോ രണ്ടായിട്ടാണ് ഞാൻ ഇത് പാട്ടിയെടുക്കാൻ പോകുന്നത്. കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന് പകുതി ഇട്ട് കൊടുക്കുക. രണ്ടായിട്ട് ആട്ടുന്നുണ്ട്, നമുക്ക് പപ്പാതി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉള്ളിയാണ്, അതും പകുതി ഇട്ട് കൊടുക്കുക. ഇനി എടുത്തിരുന്നത് നമ്മൾ തക്കാളിയാണ്. ഇത് നമ്മളിപ്പോ 3 തക്കാളി മൊത്തത്തിൽ 3 എടുത്തിട്ടുണ്ട്. ഇതും പകുതി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ വീണ്ടും നമ്മൾ രണ്ടാമത്തതും അരച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു കുറഞ്ഞതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അതിട്ട് കൊടുക്കുക. നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മളെ തട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു. ഏകദേശം നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വെന്തോന്ന് നോക്കാം. അടിപൊളി തന്നെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോ ഏകദേശം നമുക്കൊന്ന് ചൂട് തണുത്ത് വന്നിട്ടുണ്ട്. വലുതായിട്ടല്ല, ചെറുതായിട്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇളകി വരുന്നുണ്ട്. ഇതേ കണക്ക് തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ ടേസ്റ്റിന് ഒരു കുറവുമില്ല. അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റും ആണ്. കണ്ടോ, ഞെക്കി കഴിഞ്ഞാൽ പൊട്ടയെന്ന് പറഞ്ഞ് പൊട്ടിപ്പോകും. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.